കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ആമേൻ ഇന്ന് ഈ രാത്രിയിൽ നമ്മോട് കൂടെ ഉള്ളതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ വളരെ സന്തോഷത്തോടെ ഞാൻ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നു. കർത്താവ് എന്നെ ഏൽപ്പിച്ച ഒരു ചെറിയ സന്ദേശം നിങ്ങളുമായി ഷെയർ ചെയ്യുവാനായിട്ട് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഇങ്ങനൊരു അവസരം ഒരുക്കിയതോർത്ത് ഒരിക്കൽ കൂടെ സഭയ്ക്കും കർത്താവിൻ്റെ അഭിഷിക്തന്മാർക്കും എല്ലാവർക്കും ഞങ്ങളുടെ വന്ദനം അറിയിക്കുന്നു, നന്ദി അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ എന്നോടൊപ്പം വാത്സല്യ സഹോദരൻ തിമോത്തി എന്നോടൊപ്പം ഉണ്ട്. തിമോത്തി ഓർത്തും കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് അല്പസമയത്ത് ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം ആണ് നമ്മൾ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്നത്. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ തിരുവചനം. ബൈബിൾ തുറന്ന എല്ലാവർക്കും ആമേൻ നമുക്കൊരുമിച്ച് ആ വചനമൊന്ന് ചേർന്ന് വായിക്കാം. നമുക്ക് സുപരിചിതമായ ഒരു വചനമാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വചനം എങ്ങനെ പറയുന്നു? കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. ആമേൻ. ഒരിക്കൽ കൂടെ നമുക്ക് ശബ്ദമുയർത്തിയ വാക്യമൊന്ന് പറയാം. കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനമാണ്. അതിൽ 5-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇന്ന് രാത്രിയിൽ ആമേൻ വാക്ക് ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ നടക്കുക. ആമേൻ. വിശ്വാസത്തിൻ്റെ ചിത്രം വരയ്ക്കുക, വിശ്വാസത്താൽ ചിലതൊക്കെ എഴുതുക എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ ഇന്ന് രാത്രി വചനം ധ്യാനിക്കുന്നത്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അതിനാധാരമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ഭാഗം ഹബക്കൂക്കിൻ്റെ പ്രവചനം 2-ാം അധ്യായം ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഹബക്കൂക്കിൻ്റെ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 1ഉം 2ഉം വാക്യങ്ങൾ നമുക്കിങ്ങനെ കാണുവാൻ കഴിയും. ആമേൻ. ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്തരുളി ചെയ്യുമെന്നും എൻ്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയേണ്ടു എന്നും കാണേണ്ടതിന് ദൃഷ്ടി വയ്ക്കും. യഹോവ എന്നോട് ഉത്തരമരുളിയത്, നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ആമേൻ. നമ്മുടെ വിഷയം ഇതാണ്. കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. ആമേൻ. എപ്പോഴും നമ്മൾ അവിശ്വാസം പറയുന്നത്, നമ്മൾ ആവലാതികൾ പറയുന്നത്, നമ്മൾ പലപ്പോഴും പരാതികൾ പറയുന്നത്, നിരാശകൾ പറയുന്നത് നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ്. ഇവിടെ 2-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ് കാണുന്നത്. അവൻ എന്നോട് എന്തരുളി ചെയ്യും എന്നും എൻ്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയേണ്ടു എന്നും കാണേണ്ടതിന് ഞാൻ ദൃഷ്ടി വയ്ക്കും. ഇവിടെ ദൈവത്തോട് ആവലാതികൾ പറയുന്ന പ്രവാചകനെ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. അവിശ്വാസം നിമിത്തം ഒരു ദൈവപ്രവൃത്തി നടക്കാത്തത് കൊണ്ട് താൻ ആഗ്രഹിച്ചതുപോലെ ചില സമയങ്ങളിൽ ദൈവത്തിൻ്റെ കരം ചലിക്കാത്തത് കൊണ്ട് ദൈവത്തോട് പിറുപിറുക്കുന്ന ഒരു പ്രവാചകനെ നമുക്കിവിടെ കാണുവാൻ കഴിയും. അതിന് കാരണം ഒത്തിരിയുണ്ട്. 1-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ കാണുവാൻ കഴിയും. ആ തുടങ്ങുന്നത് തന്നെ ഒരു പരാതി പറഞ്ഞുകൊണ്ടുള്ള വാക്യമാണ്. 1-ാം അധ്യായം ഇങ്ങനെ പറയുന്നു, ഹബക്കൂക്ക് പ്രവാചകൻ ദർശിച്ച പ്രവാചകം, യഹോവ എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും. ഒത്തിരി കാരണങ്ങൾ ഹബക്കൂക്ക് ദൈവത്തോട് പറയുന്നു, ഒത്തിരി പരാതികൾ. അത് പറയാനുള്ള കാരണം കൽദയർ എന്ന് പറയുന്ന ഒരു വലിയ സമൂഹം, അവരെക്കുറിച്ച് പറയുന്നത് അവർ ഉഗ്രതയും വേഗതയുമുള്ള ജാതി എന്നാണ് പറയുന്നത്. അവരെക്കുറിച്ച് പിന്നെയും പറയുന്നത് അവർ ഘോരവും ഭയങ്കരവുമായുള്ളവർ എന്ന് പറയുന്നു. ഇങ്ങനെ ഈ കൽദയർ വന്ന് ദൈവജനത്തെ വല്ലാതെ ഉപദ്രവിച്ചു. അവരുടെ നന്മകളൊക്കെ കവർന്നു കൊണ്ടുപോയി. വല്ലാതെ അവർക്കെതിരായി ഈ കൽദയർ പ്രവർത്തിച്ചു. ഇതെല്ലാം കണ്ടപ്പോൾ പരാതിയുമായിട്ടാണ് ഹബക്കൂക്ക് പ്രവാചകൻ തുടങ്ങുന്നത്. 1 കൊരിന്ത്യർ ലേഖനത്തിൽ 10-ാം അധ്യായം 10-ാമത്തെ വാക്യം പറയുന്നു, അവിശ്വാസം നിമിത്തം നമ്മൾ പിറുപിറുക്കാൻ സാധ്യതയുണ്ട്. എപ്പോഴും നമ്മൾ പിറുപിറുക്കുന്നെങ്കിൽ ഓർക്കുക, നമ്മുടെ വിശ്വാസം എവിടെയൊക്കെ ചോർന്നു പോകുന്നുണ്ട്. ഇന്ന് രാത്രി ഞാനിത് പറയുമ്പോൾ വിശ്വാസമുള്ളവർ മാത്രം ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവം എൻ്റെ തലമുറകൾക്ക് വേണ്ടി പ്രവർത്തിക്കും
പ്രവർത്തിക്കും. ആമേൻ. ഈ ദൈവം എൻ്റെ ജോലി സ്ഥലത്ത് പ്രവർത്തിക്കും, ദൈവം എൻ്റെ കുടുംബത്തിൽ അത്ഭുതങ്ങളെ ചെയ്യും എന്ന് വിശ്വസിക്കുന്നവർ മാത്രം ഇന്ന് രാത്രി കരങ്ങളൊന്ന് ഉയർത്തി, ശബ്ദമുയർത്തി, ശക്തിയോടൊന്ന് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാമെന്ന് ആമേൻ യേശു കർത്താവ് മാർത്തയോടും മറിയോടും പറയുന്ന ഒരു വാക്കുണ്ട്, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ടാം അധ്യായത്തിൽ ഹബക്കൂക്കിൻ്റെ രണ്ടാം അധ്യായത്തിലോട്ട് വരുമ്പോൾ അവിടെ പറയാണ്, ഇത്രയും പരാതിയെല്ലാം പറഞ്ഞ അഭിഷിക്തൻ ഈ പ്രവാചകൻ അവിടെ ഇങ്ങനെ കാണുന്നു, ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്ത് അരുളി ചെയ്യും എന്ന്. അവൻ എന്താണ് ഈ കൊത്തളം? ഹല്ലേലൂയ. അതിന് ഇംഗ്ലീഷ് ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ഒരു വാക്ക് വാച്ചിങ് ടവർ എന്നാണ്. വാച്ചിങ് ടവർ. ഹല്ലേലൂയ. വാച്ചിങ് ടവർ. ഉയർന്ന ഒരു സ്ഥലത്ത് നിന്ന് ദേശം മുഴുവനും ആമേൻ നോക്കുവാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് വാച്ചിങ് ടവർ. ഹല്ലേലൂയ. പ്രത്യേകിച്ച് കടലിൻ്റെ തീരങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ പലയിടങ്ങളിലും നമുക്കത് കാണുവാൻ കഴിയും. ആമേൻ. പുതിയ നിയമ ഭാഷയിൽ പറഞ്ഞാൽ വാച്ചിങ് ടവർ അല്ല, ആമേൻ. പുതിയ നിയമ ഭാഷയിൽ പറഞ്ഞാൽ ആമേൻ പ്രയർ റൂമാണ്. ആമേൻ. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ ആമേൻ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ആമേൻ അത് മർക്കോസിൻ്റെ മാളികമുറി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയും. മാളികമുറി, പ്രാർത്ഥനാമുറി. എന്തിനാ ഞാനിന്ന് പറഞ്ഞതെന്നറിയാമോ? നമ്മുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ പ്രാർത്ഥനാ മുറിയിലേക്കൊന്ന് കയറുവാൻ, ആമേൻ, മുഴങ്കാൽ മടക്കുവാൻ നമ്മളൊന്ന് ശ്രമിച്ചാൽ അതിനകത്ത് വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ കരം നമുക്ക് കാണുവാൻ കഴിയും. ആമേൻ. ഇന്ന് രാത്രി അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. നിങ്ങളുടെ അടുക്കൽ ഇരിക്കുന്നവർക്കൊന്ന് കരം കൊടുത്തിട്ട് പറ, പ്രശ്നങ്ങൾ വരുമ്പോൾ ആമേൻ ആമേൻ പ്രാർത്ഥനാ മുറിയിലേക്ക് കയറാൻ പറ. പ്രശ്നങ്ങൾ വരുമ്പോൾ മുഴങ്കാൽ മടക്കാൻ പറ. അതിനകത്ത് ദൈവത്തിൻ്റെ കരം ചലിക്കുന്നത് കാണുവാൻ കഴിയും. വിശ്വാസത്തോടൊന്ന് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. വിവിധ കാലഘട്ടങ്ങളിൽ ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി അത്ഭുതം ചെയ്തതുപോലെ എനിക്ക് വേണ്ടിയും എൻ്റെ തലമുറകൾക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിനു വേണ്ടിയും എൻ്റെ സഭയ്ക്ക് വേണ്ടിയും കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുമെന്ന് ആമേൻ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അപ്പോ മാളിക മുറിയിൽ എന്നാൽ ഈ പ്രാർത്ഥന മുറിയിലോട്ട് വന്നപ്പോൾ പ്രവാചകന്റെ സാഹചര്യങ്ങളെ കർത്താവ് മാറ്റി. ആമേൻ. അതുകൊണ്ട് ദൈവാത്മാവ് സംസാരിക്കാൻ തുടങ്ങി. പ്രാർത്ഥന മുറിയിലേക്ക് വന്നപ്പോൾ ദൈവം സംസാരിക്കാൻ തുടങ്ങി, ദൈവം ഇടപെടാൻ തുടങ്ങി. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ മുഴങ്കാൽ മടക്കാൻ നമ്മൾ റെഡിയാണെങ്കിൽ നമ്മോട് സംസാരിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. ആമേൻ. നമ്മുടെ വിഷയത്തിനകത്ത് പ്രവർത്തിപ്പാൻ ദൈവം ശക്തനാണ്. നമ്മുടെ വിഷയം ചിലപ്പോൾ ഒത്തിരി ഒത്തിരി പ്രതിസന്ധി നിറഞ്ഞതായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ ഒന്നും അതിനിമിത്തം ആമേൻ ഒന്ന് പുറത്തു വരാൻ കഴിയാത്ത ഒരവസ്ഥയിലായിരിക്കാം. പക്ഷേ ഇന്ന് രാത്രി ഞാൻ വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നു, നിങ്ങൾക്കൊന്ന് മുഴങ്കാൽ മടക്കാൻ റെഡിയാണെങ്കിൽ ആമേൻ അതിനകത്ത് പ്രവർത്തിപ്പാൻ ദൈവം ശക്തനാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ധൈര്യത്തോടെ കൊരിന്ത്യ സഭയോട് പറഞ്ഞത്, കാഴ്ചയാൽ അല്ല ഞങ്ങൾ നടക്കുന്നത്, വിശ്വാസത്താലാണ് ഞങ്ങൾ നടക്കുന്നത്. കാഴ്ചയാൽ നടന്നാൽ ആമേൻ കൽദയരെ കാണാൻ പറ്റും, കാഴ്ചയാൽ നടന്നാൽ പ്രതിസന്ധികളെ കാണാൻ പറ്റും, ആമേൻ കാഴ്ചയാൽ നടന്നാൽ രോഗത്തെ കാണാൻ പറ്റും, കാഴ്ചയാൽ നടന്നാൽ മെഡിക്കൽ റിപ്പോർട്ടുകൾ കാണാൻ പറ്റും. പക്ഷെ വിശ്വാസത്താൽ നടന്നാൽ ആമേൻ സൗഖ്യമാക്കുന്ന കർത്താവിൻ്റെ കരത്തെ കാണാം. വിശ്വാസത്താൽ നടന്നാൽ കരുതുന്ന കർത്താവിൻ്റെ കരത്തെ കാണാം. വിശ്വാസത്താൽ നടന്നാൽ വഴി തുറക്കുന്ന കർത്താവിൻ്റെ കരത്തെ കാണാം. വിശ്വാസത്താൽ നടന്നാൽ ആമേൻ തലമുറകളെ ജനിപ്പിക്കുന്ന കർത്താവിൻ്റെ കരത്തെ കാണാം. ഇന്ന് രാത്രി വിശ്വാസമുള്ളവർ ഒന്ന് കരമുയർത്തി, ശബ്ദമുയർത്തി, ആത്മാവിലൊന്ന് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൈവം പ്രവാചകനോട് സംസാരിക്കാൻ തുടങ്ങി. പറയാണ്, നീ ദർശനം എഴുതുക, നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം നീ അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ഹല്ലേലൂയ. പ്രവാചകനോട് പരിശുദ്ധാത്മാവ് ദൈവം ശക്തമായിട്ട് ഇടപെടുകയാണ്. നീ ദർശനം എഴുതണം. ഇന്ന് രാത്രി എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ആമേൻ ഒരു വിഷയമുണ്ടെങ്കിൽ, ആമേൻ നിങ്ങൾക്കൊരു ദർശനമുണ്ടെങ്കിൽ, ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ ഒരു ബുക്കിലോ ഒരു ഡയറിയിലോ നിങ്ങളുടെ ദർശനം നിങ്ങൾ എഴുതണം. ആമേൻ ആമേൻ. പരിശുദ്ധാത്മാവ്, ദൈവാത്മാവ് പ്രവാചകനോട് പറയാണ്, നീ ദർശനം എഴുതണം, എഴുതണം, എഴുതണം. ഹല്ലേലൂയ. ഞാൻ അനുഗ്രഹിക്കപ്പെടും എന്ന് നിങ്ങളൊന്ന് എഴുതിക്കേ. ആമേൻ. ഞാൻ നന്മ പ്രാപിക്കും എന്ന് നിങ്ങളൊന്ന് എഴുതിക്കേ. ഹല്ലേലൂയ. എൻ്റെ രോഗം മാറും നിങ്ങളൊന്ന് എഴുതിക്കേ. എന്നിട്ട് വിശ്വാസത്താൽ വിളിച്ചു പറ, ആമേൻ. ഹല്ലേലൂയ. എൻ്റെ ഈ പ്രതിസന്ധി മാറും ഒന്ന് വിശ്വാസത്താൽ എഴുത്, വിശ്വാസത്താൽ വിളിച്ചു പറ, വിശ്വാസത്താൽ ഒന്ന് പറഞ്ഞ് ആമേൻ പറഞ്ഞ് അതൊന്ന് ഡിക്ലെയർ ചെയ്യും. കർത്താവിൻ്റെ കരം ചലിക്കുന്നത് കാണുവാൻ കഴിയും. അതുകൊണ്ട്
പ്രവാചകനോട് പറയണം, നീ ദർശനം എഴുതുക. എന്നിട്ട് അതെങ്ങനെ എഴുതണം? ഓടിച്ച് വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കണം. ഹല്ലേലൂയ. ദർശനം കാണുവാൻ തുടങ്ങിയ പ്രവാചകൻ ദർശനം കാണുന്നതിന് മുൻപ് കണ്ടത് ആമേൻ ഉഗ്രതയും വേഗതയുമുള്ള കൽദയരെയാണ് കണ്ടത്. ആമേൻ, ഹല്ലേലൂയ. ഘോരവും ഭയങ്കരവുമായുള്ള കൽദയ ജനത്തെയാണ് ദർശനം കാണുന്നതിന് മുൻപ് പ്രവാചകൻ കണ്ടത്. എന്നാൽ ദർശനം കണ്ടു തുടങ്ങിയ ആമേൻ പ്രവാചകനെ കുറിച്ച് 2-ാം അധ്യായത്തിൽ അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്നാൽ യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, സർവ്വഭൂമിയും അവൻ്റെ സന്നിധിയിൽ മൗനമായിരിക്കട്ടെ. എന്നിട്ട് ആമേൻ 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവേ ഞാൻ നിന്റെ കേൾവി കേട്ട് ഭയപ്പെട്ടു പോയി. എന്നിട്ട് പറയുകയാണ്, യഹോവേ ആണ്ടുകൾ കഴിയും മുൻപേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ, ആണ്ടുകൾ കഴിയും മുൻപേ അതിനെ വെളിപ്പെടുത്തണമേ. ആമേൻ, ആമേൻ. ദർശനം കാണുന്നതിന് മുൻപ് കൽദയരെ കണ്ട പ്രവാചകൻ ദർശനം കണ്ടു തുടങ്ങിയതിന് ശേഷം കാണുന്നത് യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ഉള്ളതായി കാണുകയാണ്. എന്നിട്ട് പറയാണ്, യഹോവേ ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണം. ഇന്ന് രാത്രി ഞാനൊരു പ്രവചന ശബ്ദം ആത്മാവിൽ ഞാൻ കൈമാറുകയാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, 2025 ഡിസംബർ 31 മുൻപ് ആമേൻ നിങ്ങളുടെ ചില ദർശനങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ പോകുകയാണ്. ചില ദർശനങ്ങൾ ആമേൻ അതിനകത്ത് ദൈവത്തിന്റെ കരം ചലിക്കാൻ പോകുകയാണ്. ആമേൻ ചില വാഗ്ദത്തങ്ങൾ അതിന്റെ മേൽ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വരാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ആത്മാവിൽ നിന്ന് കർത്താവിന് സ്തോത്രം പറ, ആത്മാവിൽ നിന്ന് കർത്താവിന് സ്തോത്രം പറ. കഴിഞ്ഞ 10 മാസങ്ങളിൽ നടക്കാത്തത് ആമേൻ വിശ്വസിക്ക്. വരും ദിവസങ്ങളിൽ കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. വരും ദിവസങ്ങളിൽ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. വിശ്വാസമുള്ളവർ കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ ഇന്ന് രാത്രി ഇത് പറയുമ്പോൾ ആമേൻ ഹല്ലേലൂയ റിജോയ്സ് സഭയോട് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ദൂത് വിളിച്ചു പറയുന്നു, 2026 തീരുന്നതിന് മുൻപ് നിങ്ങളുടെ മുൻപിൽ വലിയ ചില വഴികൾ തുറന്നു വരികയാണ്. സഭയ്ക്ക് വേണ്ടി ചില വഴികൾ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരുന്നു. ആമേൻ. വിശ്വാസമുണ്ടെങ്കിൽ ഒന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. ദൈവാത്മാവ് ആ പദത്തെ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു. ചില പുതിയ വഴികൾ, ചില പുതിയ വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ റിജോയ്സ് മിനിസ്ട്രീസിന് വേണ്ടി കർത്താവ് തുറക്കുകയാണ്. വിശ്വാസമുള്ളവർ ആത്മാവിൽ നിന്ന് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ആണ്ടുകൾ കഴിയും മുമ്പ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. അങ്ങനെ പ്രവാചകൻ ദർശിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇവിടെ പറയുന്നുണ്ട്, ദർശനത്തിനൊരു അവധി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പറയുകയാണ്, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അടുത്തിരിക്കുന്നവർക്കൊന്ന് കരം കൊടുത്തിട്ട് സന്തോഷത്തോടെ പറ, നിങ്ങളുടെ ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. ആമേ, ലേറ്റായിപ്പോയല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലേ? ആമേൻ. ഇതുവരെ ഒരു അത്ഭുതം നടന്നില്ല. ഒത്തിരി പ്രാർത്ഥിച്ചു, ഒത്തിരി ഉപവസിച്ചു, ഒത്തിരി കരഞ്ഞു, ഒത്തിരി ദൈവരാജ്യത്തിന് വേണ്ടി കൊടുത്തു, പക്ഷേ ഇതുവരെ എൻ്റെ ലൈഫിൽ ഒരു അത്ഭുതം നടന്നില്ല, എൻ്റെ ലൈഫിൽ ഒരു വിടുതൽ നടന്നില്ല എന്നൊക്കെ ഇങ്ങനെ വല്ലാതെ നിരാശപ്പെടുന്ന ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ വിളിച്ചു പറയുന്നു, ദർശനത്തിന് ഒരവധി വെച്ചിട്ടുണ്ട്. ആമേൻ. അപ്പോസ്തലനായ പത്രോസ് ലേഖനം എഴുതിയപ്പോൾ ആമേൻ എഴുതി ചേർത്ത ഒരു വാക്കാണ്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ എന്നിട്ട് അടുത്തൊരു വാക്കാണ്, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന്. പത്രോസ് പറയാണ് തക്ക സമയം, റൈറ്റ് ടൈം. ആമേൻ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഞാൻ വിശ്വാസത്തോടെ പറയട്ടെ, ഞാൻ പലപ്പോഴും പറയുന്നൊരു വാക്കാണിത്. ആമേൻ. ദൈവം ഒരിക്കലും 1 മിനിറ്റ് നേരത്തെ അവൻ വരത്തില്ല. ദൈവം ഒരിക്കലും 1 മിനിറ്റ് താമസിച്ച് വരത്തില്ല. വിശ്വസിക്കുന്നവന് വേണ്ടി ദൈവം വെളിപ്പെടുന്നത് റൈറ്റ് ടൈമാണ്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ഇതിനകത്ത് ചിലരെ നോക്കി പ്രവചിക്കുന്നു. ഹല്ലേലൂയ. ഈ 12-ാം തീയതി ചിലരുടെ റൈറ്റ് ടൈം വെളിപ്പെടുകയാണ്. ആമേൻ. റൈറ്റ് ടൈം, ദൈവത്തിന്റെ തക്ക സമയം ചില കുടുംബങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് നിങ്ങളെ വാക്കിനെ ആമേൻ റിസീവ് ചെയ്താട്ടെ, സ്വീകരിച്ചാട്ടെ. ആമേൻ. ഈ ഒക്ടോബർ മാസം 12-ാം തീയതി ഈ രാത്രി ഞാൻ പ്രവചിച്ചു പറയുന്നു, ചിലരുടെ റൈറ്റ് ടൈം ഇപ്പോൾ വെളിപ്പെടുകയാണ്. ആത്മാവിൽ അത് സ്വീകരിച്ചാട്ടെ. ദർശനത്തിന്
ഒരവധി വെച്ചിട്ടുണ്ട്. അടുത്ത പദം ഇങ്ങനെ പറയുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. ആമേൻ. സമയം തെറ്റുകയുമില്ല. ഇത് രാത്രി നമുക്കാണ് തോന്നുന്ന സമയം തെറ്റിയെന്ന്. നമ്മളാണ് പലപ്പോഴും ചിന്തിക്കുന്നത് ആമേൻ ദൈവപ്രവൃത്തി നടന്നില്ലെന്ന്. ആമേൻ. നമ്മളാണ് പലപ്പോഴും ഇങ്ങനെ മനക്കോട്ട കെട്ടുന്നത് ഇനി ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന്. പക്ഷെ വചനം പറയുന്നു ആമേൻ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് സമയം തെറ്റുകയില്ല. ആമേൻ. കരമുയർത്തി പറ, എന്നോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് സമയം തെറ്റത്തില്ല. എന്നോട് ദൈവം പറഞ്ഞ ദൂതുകൾക്ക് സമയം തെറ്റുകയില്ല. ആമേൻ. എന്നോട് പറഞ്ഞ ആമേൻ ഹല്ലേലൂയ ആലോചനകൾക്ക് സമയം തെറ്റുകയില്ല. വിശ്വസിക്കുന്നവർ മാത്രം കരമുയർത്തി ശബ്ദമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. സമയം തെറ്റുകയില്ല. ഹല്ലേലൂയ. നമുക്ക് പലപ്പോഴും സമയം തെറ്റാറുണ്ട്, പക്ഷെ ദൈവത്തിന് സമയം തെറ്റത്തില്ല. ഇവിടെ പറയുന്നു ആമേൻ, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം. പിന്നെയും പറയുന്നു താമസിക്കുകയില്ല. ഇന്ന് രാത്രി ഈ വാക്ക് ചിലരോടുള്ള ദൈവത്തിൻ്റെ ദൂതാണ്. ഈ ആഴ്ചകളിൽ ഞാൻ ഈ പറയുന്ന പ്രവചന ശബ്ദമാണ്. ആമേൻ. ഈ ആഴ്ചകളിൽ ആമേൻ ഒന്നും കൂടെ വ്യക്തമായി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, അടുത്ത ഞായറാഴ്ചയ്ക്ക് മുൻപ് ആമേൻ ദൈവത്തിൻ്റെ ചില ഇടപെടലുകൾ, ദൈവത്തിൻ്റെ ചില കരുതലുകൾ ഇതിനകത്ത് ചിലർക്ക് വേണ്ടി കർത്താവ് ചെയ്യാൻ പോവുകയാണ്. ആമേൻ. വചനം വിളിച്ചു പറയുന്നു, അത് വൈകിയാലും വരും, അതിനായി കാത്തിരിക്കുക, താമസിക്കുകയില്ല, വരും നിശ്ചയം. ആമേൻ. നിങ്ങളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു എന്ന് ആത്മാവിൽ നിങ്ങൾക്ക് ബോധ്യം വരുന്നെങ്കിൽ ആമേൻ നിങ്ങളുടെ കരം നിങ്ങളുടെ തലയിൽ വെച്ച് നിങ്ങൾ ആമേൻ പറഞ്ഞ് ഈ ദൂതിനൊന്ന് സ്വീകരിച്ചാട്ടെ. ശക്തമായ ദൈവ സാന്നിധ്യം ആമേൻ ഞാൻ തിരിച്ചറിയുന്നു. ശക്തമായ ദൈവത്തിന്റെ ഇടപെടൽ ഇന്ന് രാത്രി ഞാൻ തിരിച്ചറിയുന്നു. കരമുയർത്തി ആത്മാവിൽ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. 3-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുവാൻ കഴിയും, അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല. ആമേൻ. ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. അതിൻ്റെ 18-ാമത്തെ വാക്യം പറയുന്നു, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. ആമേൻ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവങ്ങൾ ഉണ്ടാകുകയില്ല. ആമേൻ. പക്ഷെ ഇന്ന് രാത്രി ആത്മാവിൽ വിശ്വാസമുള്ളവർ, ആമേൻ, വിശ്വാസത്തിൽ ആമേൻ ശക്തിപ്പെടുന്നവരുണ്ടെങ്കിൽ ആമേൻ നിങ്ങൾ വിളിച്ചു പറ, അത്തിവൃക്ഷം തളിർക്കും, മുന്തിരിവള്ളിയിൽ അനുഭവങ്ങൾ ഉണ്ടാകും, ഒലിവ് മരത്തിൽ ഫലങ്ങൾ ഉണ്ടാകും, നിലങ്ങൾ ആകാരം വിളയിക്കും. ആമേൻ. ആട്ടിൻകൂട്ടം തൊഴുത്തിൽ വർദ്ധിച്ചു പെരുകും, ഗോശാലകൾ കന്നുകാലികളെ കൊണ്ട് നിറയും, ദേശത്തിലെ ശൂന്യത മാറും. വിശ്വാസത്തോടെ വിളിച്ചു പറ. ആമേൻ. സഭയെ നോക്കി വിളിച്ചു പറ. കൂട്ടമായി സ്നാനങ്ങൾ നടക്കും. ആമേൻ. രക്ഷിക്കപ്പെടാത്തവർ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ ആമേൻ അവരുടെ പേര് പറഞ്ഞ് ഇന്ന് രാത്രി വിളിച്ചു പറ. ഈ ദിവസങ്ങളിൽ അങ്ങനെയുള്ളവർ രക്ഷയിലേക്ക് വരാൻ പോവുകയാണ്. ആമേൻ. മെഡിക്കൽ സയൻസ് ആമേൻ നോ പറഞ്ഞത് ഇനി സൗഖ്യം ഉണ്ടാകുകയില്ല, ഇനി ഒരു ദൈവപ്രവൃത്തി നടക്കുകയില്ല, ആമേൻ ഇനി തലമുറ ജനിക്കുകയില്ല എന്ന് പറഞ്ഞത് ആമേൻ ഇന്ന് രാത്രി ആത്മാവിൽ വിളിച്ചു പറ. ആമേൻ. ഹല്ലേലൂയ. എന്റെ ദൈവത്താൽ ആമേൻ സകലതും സാധ്യമാണ്. മെഡിക്കൽ സയൻസ് നോ പറഞ്ഞത് ആത്മാവിൽ അതിനെ യെസ് പറഞ്ഞ് ഇന്ന് രാത്രി ദൈവത്തിന്റെ ദൂത് സ്വീകരിച്ചാണ്. ആമേൻ. വിശ്വാസത്തോടെ പറ. പുതിയ ആരാധനാലയങ്ങൾ പണിയുന്നത്, ആമേൻ, ഉണർവുണ്ടാകുന്നത്, രോഗികൾ സൗഖ്യമാകുന്നത്, മരിച്ചവർ എഴുന്നേൽക്കുന്നത്, ആമേൻ, ദൈവപ്രവർത്തികൾ നടക്കുന്നത്, ദേശങ്ങൾ വിടുവിക്കപ്പെടുന്നത് ഞങ്ങൾ കാണും. വിശ്വാസത്താൽ വാക്കുകളൊന്ന് വിളിച്ചു പറഞ്ഞാട്ടെ. അതുകൊണ്ടാണ് സങ്കീർത്തനം 53:6 ഭക്തൻ വിളിച്ചു പറയുന്നൊരു വാക്കുണ്ട്, ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്തുതി മാറ്റും, അപ്പോൾ യാക്കോബ് ആമേൻ സന്തോഷിക്കും, ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. യാക്കോബ് സന്തോഷിക്കും, ഇസ്രായേൽ ആനന്ദിക്കും. എപ്പോൾ? ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ. ആമേൻ. കരമുയർത്തി ഒന്ന് പറഞ്ഞേ, ദൈവം എൻ്റെ സ്ഥിതിയെ മാറ്റും. വിശ്വാസത്തോടെ പറഞ്ഞേ, ദൈവം എൻ്റെ സ്ഥിതിയെ മാറ്റും. വിശ്വാസത്തോടെ ആമേൻ പ്രഖ്യാപിച്ച് ശബ്ദമുയർത്തി വിളിച്ചു പറ, ദൈവം എൻ്റെ സ്ഥിതി മാറ്റും.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഹബക്കൂക്കിന്റെ പ്രവചനത്തെ അടിസ്ഥാനമാക്കി ഇന്ന് രാത്രി ഞാൻ സംസാരിക്കുകയാണ്. ദർശനം കാണണം, ദർശനം എഴുതണം. അതെങ്ങനെ എഴുതണം? ഓടിച്ച് വായിക്കത്തക്കവണ്ണം വലുതായി എഴുതണം. ദർശനം പ്രാപിച്ച ഓടത്തക്ക നിലയിൽ വ്യക്തമായി എഴുതണം. ഇന്ന് രാത്രി ഞാനിത് പറയുമ്പോൾ, എഴുതുക എന്ന് പറയുമ്പോൾ അതിന് ഒത്തിരി പ്രാധാന്യമുണ്ട്. ഞാൻ ചില വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു ചർച്ചിൻ്റെ പാസ്റ്ററായിട്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ടൊരു ദൂത് ഇങ്ങനെ കൈമാറി, നോർത്ത് ഇന്ത്യയിലേക്ക് പോകണം. അങ്ങനെ പല ആവർത്തി ഇങ്ങനെ ഞാൻ ആ ദൂതൊന്നും കൈക്കൊള്ളാതെ ദൈവം സംസാരിച്ചതായിരിക്കില്ലെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് പോയപ്പോഴും പരിശുദ്ധാത്മാവ് വിട്ടില്ല. പരിശുദ്ധാത്മാവ് ആവർത്തിച്ച് ദൈവദാസന്മാരിലൂടെ ഒക്കെ എന്നോട് സംസാരിച്ചു. അങ്ങനെ വിശ്വാസത്താൽ നോർത്ത് ഇന്ത്യക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിക്കുമ്പോൾ ഞാൻ ഈ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വയ്ക്കുന്നൊരു സ്വഭാവമുണ്ട്. വിശ്വാസത്താൽ ഇങ്ങനെ എഴുതി വയ്ക്കും. അപ്പോൾ ഇങ്ങനെ എഴുതി വെച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വിഷയം എഴുതി, കർത്താവ് നീ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഡൽഹിക്ക് പോകുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലെ ഒരു വിശ്വാസം, എൻ്റെ ആഗ്രഹമാണ്, വാടക കൊടുക്കാതെ ഞങ്ങൾക്കൊരു വീട് വേണം താമസിക്കാൻ. 2, ഞാൻ എഴുതി ഞങ്ങൾക്ക് അവിടെ സഞ്ചരിക്കാൻ ഒരു വാഹനം വേണം. ഈ 2 വിഷയങ്ങളിനെ ഈ നോർത്ത് ഇന്ത്യയിൽ പോണതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ എഴുതിയപ്പോൾ ഞാൻ പോകുന്നതിനൊക്കെ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് വരെ വാസ്തവത്തിൽ ഞങ്ങൾക്ക് വീടൊന്നും അറേഞ്ച് ആയില്ല, ഒന്നും സെറ്റായില്ല. പക്ഷേ വിശ്വാസത്താൽ ടിക്കറ്റ് എടുത്തേക്കാണ് ഞങ്ങൾ കുടുംബമായിട്ട് പോകാൻ തീരുമാനിച്ചു. ഞാനൊരു മീറ്റിങ്ങിന്, ഒരു യൂത്ത് മീറ്റിങ്ങിന് വർഷിപ്പ് ചെയ്യാനായിട്ട് ട്രിവാൻഡ്രത്ത് എന്നെ വിളിച്ചു. ഞാൻ അവിടെ പോയി വർഷിപ്പെല്ലാം കഴിഞ്ഞപ്പോൾ ആ മീറ്റിംഗ് നടത്തിയ അഭിഷിക്തൻ എന്നോട് വന്ന് ചോദിച്ചൊരു ചോദ്യം, പാസ്റ്റർ ഡൽഹിക്ക് പോകുന്നുണ്ടല്ലോ, പാസ്റ്റർ ഡൽഹിക്ക് പോയാൽ എവിടെ താമസിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പാസ്റ്റർ വീടൊന്നും സെറ്റായിട്ടില്ല, പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞൊരു വാക്കാണ്, പാസ്റ്ററെ ഞങ്ങൾ ഡൽഹിയിൽ ഞങ്ങളൊരു വീട് വാടകയ്ക്ക് എടുത്തിട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് 1-2 പ്രാവശ്യം വർഷത്തിൽ ഞങ്ങൾ നോർത്ത് ഇന്ത്യൻ മിഷൻ ഫീൽഡിലോട്ടൊക്കെ വരുമ്പോൾ ഒന്ന് താമസിക്കാൻ വേണ്ടി എടുത്തതാണ്. പാസ്റ്റർക്ക് വിരോധമില്ലെങ്കിൽ, വിഷമമില്ലെങ്കിൽ ആ വീട്ടിൽ താമസിക്കണം. ഞാൻ പറഞ്ഞു, പാസ്റ്റർ വാടക എത്രയാണ്? അപ്പോൾ ദേവദാസനോട് പറഞ്ഞൊരു വാക്ക്, പാസ്റ്റർ വാടക ഒന്നും കൊടുക്കണ്ട, വീട്ടിൻ്റെ വാടകയും കറണ്ട് ബില്ലും വെള്ളത്തിൻ്റെ ബില്ലും ഒക്കെ ഞങ്ങൾ അടച്ചോളാം, പാസ്റ്റർ ഫാമിലിയായിട്ട് അവിടെ താമസിച്ചോളാം പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി ഇങ്ങനെയാണ്, വാടക കൊടുക്കാതെ ഒരു വീട്. ദൈവം അതിനകത്തൊരു അത്ഭുതം ചെയ്തു. ഹല്ലേലൂയ. ഒത്തിരി വർഷം ആ വീട്ടിൽ താമസിക്കാൻ വാടക കൊടുക്കാതെ, എൻ്റെ കൈകൊണ്ട് വാടക കൊടുക്കാതെ ആ വീട്ടിൽ താമസിക്കാൻ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്തു. അതുമാത്രമല്ല, 2ാമത് എഴുതിയ വിഷയമാണ്, ഞങ്ങൾക്കൊരു വാഹനം വേണം. അവൻ ഡൽഹി ചെന്നിങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ചിങ്ങനെ പോവുക. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അവിടെ ചെന്നിട്ട് ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ ചർച്ചിലെ സീനിയർ പാസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഷൈ പാസ്റ്റർ പെട്ടെന്ന് വാ, എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു വാക്കാണ്, ഒരു കോൾ ഒത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല, എന്താ ഈ കോൾ ഒത്തെന്ന് പറഞ്ഞ് മനസ്സിലായില്ല. അങ്ങനെ എന്നെ വിളിച്ചും കൊണ്ട് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, പാസ്റ്റർക്ക് തരാനായിട്ട് ഒരു ദൈവദാസൻ ഒരു ബൈക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ബൈക്ക് ഹീറോ ഹോണ്ടയുടെ സ്പ്ലെൻഡർ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പാസ്റ്റർക്ക് തരാനായിട്ട് ദൈവാത്മാവ് ആ മനുഷ്യനോട് ഇടപെട്ടു, അതുകൊണ്ട് തരാമെന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായി, കർത്താവ് ഇടപെടാൻ തുടങ്ങി. ഈ ബൈക്ക് കിട്ടിയതൊക്കെ ഭയങ്കര ചരിത്രമാണ്. ഈ പാസ്റ്റർ ഈ ബൈക്ക് മേടിച്ചത് ഗുജറാത്തിൽ നിന്നാണ്. അദ്ദേഹം ഗുജറാത്തിൽ താമസിക്കുന്ന മനുഷ്യനാണ്. ആ ബൈക്ക് വാങ്ങിച്ചിട്ട് 1 മാസം കഴിഞ്ഞതേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് മനുഷ്യനോട് പറഞ്ഞു, നേരെ ഡൽഹിക്ക് പോയിരുന്നു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഭയങ്കര പ്രാർത്ഥന മനുഷ്യനാണ്. ആമേൻ. അദ്ദേഹം വന്നപ്പോഴത്തേക്ക് ബൈക്കും കൂട്ടി ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോഴത്തേക്ക് ദൈവാത്മാവ് ഇടകിടെയാണ്, നാട്ടിൽ നിന്ന് ഒരു ദൈവദാസൻ വന്നിട്ടുണ്ട്, അവർക്ക് ഈ വാഹനം കൊടുക്കണം. എന്തിനാ ഇന്ന് രാത്രി ഞാനിത് പറഞ്ഞെന്നറിയാമോ? നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, ആമേൻ, ഞാൻ ആത്മാവിൽ സന്തോഷത്തോടെ പറയാം, നിങ്ങൾക്ക് ദർശനമുണ്ടെങ്കിൽ, വിശ്വാസമുണ്ടെങ്കിൽ
നിങ്ങൾ എഴുതണം. എന്നിട്ട് വിളിച്ച് പറ, കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. നിങ്ങളൊരു പ്രൊമോഷൻ ആഗ്രഹിക്കുന്നുണ്ടോ? ആമേൻ. നിങ്ങൾ നല്ലൊരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ? ആമേൻ. കുറച്ചും കൂടെ നന്നായിട്ട് കർത്താവിനോട് അടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നിൽ അഭിഷേകം വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ആമേൻ. എൻ്റെ തലമുറകൾക്ക് നല്ല ഭാവി വേണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? വിശ്വാസത്താൽ എഴുതി തുടങ്ങിക്കോ. വിശ്വാസത്താൽ ഒന്ന് പറഞ്ഞു തുടങ്ങിക്കോ. കർത്താവ് അതിനകത്ത് അത്ഭുതങ്ങളെ ചെയ്യും. ഹല്ലേലൂയ. കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. ശമൂവേലിൻ്റെ പുസ്തകത്തിലോട്ട് വരുമ്പോൾ, 1 ശമൂവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം 26, 27 വാക്യങ്ങൾ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും. ആമേൻ. ഹന്ന ആമേൻ ഒരു ആൺകുഞ്ഞിനെയും കൊണ്ട് ഏലി പുരോഹിതൻ്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ചെന്നിട്ട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: ആമേൻ, ഈ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്, ഇവന് വേണ്ടിയിട്ടാണ് ഞാൻ കരഞ്ഞത്, ഇവനെ ലഭിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ അതിനകത്തൊരു വ്യക്തതയുണ്ട്. ഹന്ന ഒരു ആൺകുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആമേൻ. നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ദർശനങ്ങളൊക്കെ വ്യക്തതയുള്ളതായിരിക്കണം. ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നവരെന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. 1-2 കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് ആമേൻ ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അബ്രഹാമിനോട് ആമേൻ ദൈവം പറഞ്ഞൊരു വാക്കാണ്: അബ്രഹാമേ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ ഞാൻ കാണിക്കുന്ന ഇടത്ത് നീ യാഗം കഴിക്കണം. ഈ വാക്ക് അബ്രഹാമിനെ പരീക്ഷിക്കാൻ വേണ്ടി ആമേൻ ദൈവം ഇങ്ങനെ പറയുകയാണ്. ആമേൻ. വചനം പറയുന്നു, അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് ഹല്ലേലൂയ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. അവർ യാത്ര തുടങ്ങി. ആമേൻ. കൂടെ കുറച്ച് ബാല്യക്കാരുണ്ട്. ഹല്ലേലൂയ. പക്ഷേ ഈ 3 ദിവസത്തെ വഴിദൂരം യാത്ര ചെയ്തിട്ട് അബ്രഹാം ഈ ബാല്യക്കാരോട് പറയുന്ന ഒരു വാക്കുണ്ട്, വിശ്വാസത്തിൻ്റെ വാക്കാണ്. ആമേൻ. ഹല്ലേലൂയ. അബ്രഹാമിനറിയാം, ഞാൻ ഈ മലയിൽ കയറി ചെല്ലുന്നത് എൻ്റെ സ്വന്തം മകനെ യാഗം കഴിക്കാനാണ്. പക്ഷേ ഇത് അറിയാവുന്ന അബ്രഹാം തൻ്റെ ബാല്യക്കാരോട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: ഈ യാഗം കഴിഞ്ഞ് അവിടെ ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങി വരും. ഞാൻ മടങ്ങി വരുമെന്നല്ല പറഞ്ഞത്, ഞാൻ ഒറ്റയ്ക്ക് വരുമെന്നല്ല പറഞ്ഞത്. ഇസഹാക്കിനെ അവിടെ യാഗം കഴിച്ചിട്ട് ആമേൻ ഇസഹാക്ക് ഇല്ലാതെ ഞാൻ മാത്രം മടങ്ങി വരും എന്നല്ല അബ്രഹാം പറഞ്ഞത്. അബ്രഹാം വിശ്വാസത്തെ അവിടെ ഓപ്പറേറ്റ് ചെയ്യാണ്, വിശ്വാസത്തെ അവിടെ ഉപയോഗിക്കുകയാണ്. വിശ്വാസത്തോടെ തൻ്റെ ബാല്യക്കാരോട് പറയാണ്: ഞാനും മകനും അവിടത്തോളം ചെന്ന് ആരാധന കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങി വരും. ഇന്ന് രാത്രി നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങളൊന്ന് ഏറ്റുപറഞ്ഞ്, നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങളൊന്ന് ചലിപ്പിച്ച്, അതിനകത്ത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിന്റെ കരം ചലിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. വിശ്വാസമുള്ളവരെന്ന് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൈവം നൽകിയ ദർശനം, ദൈവം നൽകിയ സ്വപ്നം, അത് നിറവേറുന്നത്, അത് നിറവേറ്റപ്പെടുമെന്നുള്ളത് യോസഫ് ആമേൻ ശക്തമായി വിശ്വസിച്ചു. അതിനിടയിൽ പൊട്ടക്കിണർ വന്നു, അതിനിടയിൽ പോത്തിഫറിന്റെ വീട് വന്നു, അതിനിടയിൽ കാരാഗ്രഹം വന്നു. പക്ഷെ അവൻ്റെ വിശ്വാസത്തിന് അല്പം പോലും ക്ഷീണം സംഭവിച്ചില്ല. കാരണം ദർശനം കൊടുത്തത്, സ്വപ്നം കൊടുത്തത് ആമേൻ മനുഷ്യനല്ല, ദർശനം കൊടുത്തത് സർവശക്തനായ ദൈവമാണ്. ഇന്ന് രാത്രി വിശ്വാസത്താൽ വിളിച്ചു പറ, ചെങ്കടൽ രണ്ടാകുമെന്ന് വിളിച്ചു പറഞ്ഞ്, എരിഹോ മതിലുകൾ പോലെ ആമേൻ എൻ്റെ മുൻപിൽ നിൽക്കുന്ന പ്രശ്നങ്ങൾ രണ്ടായി മാറുമെന്ന് ആമേൻ ഇന്ന് രാത്രി വിളിച്ചു പറയാൻ കഴിയുന്നവർ ആത്മാവിലൊന്ന് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പോൾ വിശ്വസിക്കുക. റോമാലേഖനത്തിലിട്ട് വരുമ്പോൾ, റോമാലേഖനത്തിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട്. റോമാലേഖനം, ഹല്ലേലൂയ, അബ്രഹാമിന്റെ വിശ്വാസത്തെക്കുറിച്ചാണ് അവിടെ പറയുന്ന പൗലോസ്. റോമാലേഖനം 4-ാം അധ്യായം, 4-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം മുതൽ ചില വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനാണ്. താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നിന്റെ സന്തതി ഈവണ്ണമാകും എന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. നമ്മുടെ കുറുവാക്യം ഇതാണ്: കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇവിടെ ആമേൻ അബ്രഹാമിനെ കുറിച്ച് പറയുന്നത്, അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അടുത്ത വാക്യം 19, അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറായുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം
ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ആമേൻ. 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആമേൻ, അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അതിൻ്റെ 20-ാമത്തെ വാക്യം, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. ആമേൻ. ഇനിയും പറയുന്നു, ദൈവത്തിന് മഹത്വം കൊടുത്തു, അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. 3-4 വാക്യങ്ങളാണ് ഇവിടെ പറയുന്നത്. 1, അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ചേർന്നൊന്ന് പറഞ്ഞ്, അടുത്തിരിക്കുന്നവർക്കൊന്ന് കരം കൊടുത്തു എന്ന് പറഞ്ഞ്, ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുക. 2, അവിടെ പറഞ്ഞിരിക്കുന്ന വാക്കാണ് വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അടുത്തിരിക്കുന്നവർ കരം കൊടുത്തിട്ട് പറ, വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകരുത്. ആമേൻ. ഞാനിന്ന് രാത്രി ഇത് പറയുമ്പോഴും ദൈവപ്രവൃത്തികൾ നടക്കാത്തത് കൊണ്ട് പ്രാർത്ഥിച്ചിട്ടും ആമേൻ പലപ്പോഴും ആമേൻ മടുത്തുപോയി, ദൈവപ്രവൃത്തി കാണുന്നില്ല എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയ ചിലരോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വ്യക്തമായി ഈ വചനത്തെ ദൂതായി പറയുന്നു, നിങ്ങൾ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകരുത്. അടുത്ത പദം, അവൻ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. ആമേൻ. പറഞ്ഞ്, വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. പിന്നെയും പറയുകയാണ്, വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ദൈവം ശക്തൻ എന്ന് അവൻ ഉറച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാഴ്ചയാലല്ല, വിശ്വാസത്താലത്രേ നമ്മൾ നടക്കുന്നത്. അബ്രഹാമാണ് ബൈബിളിൽ നമ്മൾ കണ്ടതിൽ ഏറ്റവും വലിയ വിശ്വാസികളുടെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ വിശ്വസിച്ചൊരു മനുഷ്യനാണ്. ആമേൻ. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? അബ്രഹാമിനെ കുറിച്ച് പറയുകയാണ്, അവൻ ഏകദേശം 100 വയസ്സുള്ളവനായ തൻ്റെ ശരീരം നിർജീവമായി പോയി. 1, അവരുടെ ശരീരം നിർജീവത്വമുള്ളതാണെന്ന് അബ്രഹാമിന് അറിയാം. 2, ആമേൻ, തൻ്റെ ശരീരം നിർജീവമായി പോയി. സാറായുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം അബ്രഹാം ഗ്രഹിച്ചു. അബ്രഹാമിൻ്റെ ബലഹീനതയും സാറായുടെ ബലഹീനതയും ഇത് രണ്ടും മാനുഷിക ബുദ്ധിയിൽ അബ്രഹാമിന് അറിയാം. ഒന്നും നടക്കാൻ പോകുന്നില്ല, വാഗ്ദത്തം പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടക്കത്തില്ല എന്ന് മാനുഷിക ബുദ്ധിയിൽ ചിന്തിച്ചാൽ പറയാം. പക്ഷെ അബ്രഹാം മാനുഷിക ബുദ്ധിയിലല്ല ചിന്തിച്ചത്. വചനം പറയുന്നു, അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ഇന്ന് രാത്രി ആ വാക്ക് ദൈവത്തിൻ്റെ സന്ദേശമായി, ദൈവത്തിൻ്റെ ദൂതായി ഞാൻ വിളിച്ചു പറയുന്നു. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുവാൻ നിങ്ങൾ ആമേൻ റെഡിയാണെങ്കിൽ, നിങ്ങളതിന് മനസ്സ് വയ്ക്കുന്നെങ്കിൽ, ആമേൻ, അതിനകത്ത് പ്രവർത്തിപ്പാൻ ഹാലിൽ 100-ാമത്തെ വയസ്സിൽ അബ്രഹാമിന് വേണ്ടി പ്രവർത്തിച്ച ദൈവത്തിൻ്റെ അതേ ദൈവം ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയും ചലിക്കും. അതേ കരം നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചലിപ്പിക്കും. വിശ്വാസമുള്ളവരെന്ന് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകല്ലേ, വിശ്വാസത്തിൽ ശക്തിപ്പെടണേ. ഹല്ലേലൂയ, ആമേൻ. ഉറച്ചു വിശ്വസിക്കുക. ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കാഴ്ചയാലല്ല, വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. ദർശനമുണ്ടെങ്കിൽ അതെഴുതണം, ദർശനമുണ്ടെങ്കിൽ അതെഴുതണം. ആമേൻ. 1-2 മിനിറ്റുകൾ നമ്മൾ ഒരുമിച്ച് ഈ വചനത്തിൻ്റെ ആമേൻ മുൻപാകെ നമ്മെ ഒന്ന് സമർപ്പിക്കാൻ പോവുകയാണ്. വചനത്തിൻ്റെ മുൻപാകെ നമ്മൾ ഒരുമിച്ചൊന്ന് കർത്താവിന് മഹത്വം കൊടുക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കണ്ണുകളൊന്ന് അടച്ച് ആമേൻ, ആ കരമൊന്ന് ഉയർത്തിപ്പറ, കർത്താവേ, എൻ്റെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കണമേ, എൻ്റെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കണമേ, എൻ്റെ ദർശനത്തെ ഒന്ന് വർദ്ധിപ്പിക്കണമേ. ആമേൻ, ആമേൻ. വിശ്വാസത്തോടെ പറ, ഞാൻ കർത്താവെ ഒത്തിരി അവിശ്വസിച്ചു. പലപ്പോഴും ദൈവപ്രവൃത്തി കാണാത്തത് കൊണ്ട്, പലപ്പോഴും പ്രാർത്ഥിച്ച സമയത്ത് ഒന്നും ദൈവത്തിൻ്റെ ഇടപെടലുകൾ നടക്കാത്തത് കൊണ്ട് ഞാൻ അവിശ്വസിച്ചു പോയി. ഇന്ന് രാത്രി അതൊന്ന് ഏറ്റുപറഞ്ഞൊന്ന് പ്രാർത്ഥിച്ച് എൻ്റെ അവിശ്വാസത്തെ മാറ്റി ഞാൻ വിശ്വാസത്തിൽ ശക്തിപ്പെടുവാൻ, ഞാൻ വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുവാൻ, ഞാൻ വിശ്വാസത്തിൽ നടക്കുവാൻ, ഞാൻ വിശ്വാസത്താൽ ചിലതൊക്കെ ചെയ്യുവാൻ, ഞാൻ വിശ്വാസത്താൽ ചിലതൊക്കെ പറയുവാൻ പരിശുദ്ധാത്മാവിനെ ബലപ്പെടുത്തണമേ എന്ന് ആഗ്രഹിക്കുന്നവർ ഒന്ന് കരമുയർത്തി പ്രാർത്ഥിച്ചാണ്. ഹല്ലേലൂയ. കാഴ്ചയാലല്ല, വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇന്ന് രാത്രി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ,
നല്ല രാത്രിക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഈ രാത്രിയിൽ കർത്താവേ, ഖത്തറിന്റെ പ്രദേശത്തിരുന്ന് മറ്റ് സ്ഥലങ്ങളിലിരുന്ന് ഒക്കെ ഞങ്ങളെ കേൾക്കുന്ന അങ്ങയുടെ ജനത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്ര ഞങ്ങൾ നടക്കുന്നത് എന്ന വചനത്തെ ഇന്ന് രാത്രി ഞങ്ങൾ മുറുകെ പിടിക്കുന്നു. ഏതൊക്കെയോ സമയങ്ങളിൽ, ഏതൊക്കെയോ നേരങ്ങളിൽ ഞങ്ങളുടെ വിശ്വാസം ചോർന്നു പോയി. ഞങ്ങൾ അവിശ്വസിച്ചു. ദൈവപ്രവൃത്തിയിൽ, ദൈവത്തിന്റെ കരത്തിൽ ഞങ്ങൾ അവിശ്വസിച്ചു. എന്നാൽ ഇന്ന് രാത്രി അതിനെ കർത്താവ് ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങൾ വിശ്വാസത്തിൽ ശക്തിപ്പെടുക, ദർശനപ്രകാരം ചലിക്കുക, ദർശനപ്രകാരം മുന്നോട്ട് പോകുക. കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. രാത്രി കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ സമയം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ അടിപ്പിണരാനുള്ള സൗഖ്യം ചലിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഈ പ്രാർത്ഥിക്കുന്ന സമയം തന്നെ യഹോവ റാഫയായവൻ ഈ ജനത്തെ തൊടുന്നതിനായി സ്തോത്രം. യഹോവ റാഫയായവൻ ഈ ജനത്തെ തൊടുന്നതിനായി സ്തോത്രം. യഹോവ ഈരയായവൻ അങ്ങയുടെ ജനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവിനെ പ്രവർത്തിക്കണമേ, അത്ഭുതങ്ങളെ ചെയ്യും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഒരു പാട്ടിന്റെ ചില വരികൾ മാത്രം നമ്മൾ ഒരുമിച്ചൊന്ന് കരമടിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താൻ തുടങ്ങുകയാണ്. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. അടുത്ത ഇങ്ങനെ പറയുന്നു, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. ഒരുമിച്ച് കരങ്ങളെല്ലാം ചേർന്ന് പാടി നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. എല്ലാ കരങ്ങളും അടിച്ചു ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിന്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുകൾ കാണാം. ആശ്രയിച്ചാൽ എല്ലാ കരങ്ങളും അടിച്ച് വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുകൾ കാണാം. ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോ ദൈവം അതു നീതിക്കായി കണക്കിട്ടല്ലോ. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോ ദൈവം അതു നീതിക്കായി കണക്കിട്ടല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്ക് പിതാവാക്കി തീർത്തല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്ക്. എല്ലാ കരങ്ങളും അടിച്ച് വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുകൾ കാണാം. ആശ്രയിച്ചാൽ ദൈവത്തിന്റെ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുകൾ കാണാം. ആശ്രയിച്ചാൽ ദൈവത്തിന്റെ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുകൾ കാണാം. ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വാസം വർദ്ധിക്കട്ടെ. ഇന്ന് രാത്രി വിശ്വാസത്താൽ ചലിക്കുക, വിശ്വാസത്താൽ നടക്കുക, വിശ്വാസത്താൽ ചില ദൈവപ്രവർത്തികൾ കാണുക, വിശ്വാസത്താൽ ചിലരൊക്കെ എഴുതുക. ആത്മാവിൽ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. അതരങ്ങളെ തുറന്ന് ശമനം ഓ
കഴിയും മുൻപേ അവൻ ദൈവ പ്രവർത്തികൾ നടക്കട്ടെ. ആണ്ടുകൾ കഴിയും മുൻപേ ചില ദൈവ പ്രവർത്തികൾ നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇത് രാത്രി ആത്മാവിൽ ഞങ്ങൾ ഒരുമിച്ച് കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങളെ അവിടുന്ന് കേൾപ്പിച്ച അവിടുത്തെ വചനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അതിൻ്റെ മുൻപാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ തന്നെ നടക്കുവാൻ കർത്താവ് ഞങ്ങളെ ശക്തീകരിക്കും. ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, അങ്ങയുടെ ജനത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. വിസ സംബന്ധമായി, ലൈസൻസ് സംബന്ധമായി ഒക്കെ ഭാരപ്പെടുന്നവർ കർത്താവെ, നല്ലൊരു ജോലിയില്ലാതെ വല്ലാതെ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവർ കർത്താവെ, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, അപ്പോൾ തന്നെ ശാരീരികമായി ബലഹീനത അനുഭവിക്കുന്നവർ അങ്ങയുടെ ജനത്തെ എല്ലാം തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ശക്തമായ ദൈവപ്രവൃത്തി ഞങ്ങൾ ആത്മാവിൽ ഇന്ന് രാത്രി സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ റിജോയ്സ് മിനിസ്ട്രീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ രാജ്യത്തിൽ മാത്രമല്ല, പലയിടങ്ങളിൽ, പല രാജ്യങ്ങളിൽ കർത്താവെ, ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കർത്താവെ ആമേൻ ഉളവാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങളുടെ സന്നിധിയിൽ കടന്നു വന്ന ജനത്തെ അപ്പാ, അവിടുന്ന് അടിയന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിലും അധികാരത്തിലുമായിരുന്നു കൊണ്ട് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ ഒരാഴ്ചക്കകത്ത് കർത്താവിൻ്റെ കരം ചലിക്കുന്നത് അങ്ങയുടെ മക്കൾ തിരിച്ചറിയട്ടെ. കർത്താവിൻ്റെ കരം ചലിക്കുന്നത് ഈ ഒരാഴ്ചക്കകത്ത് ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി ചെല്ലുന്നത്, സക്കറിയാവിന്റെ മുൻപിൽ സക്കറിയാവേ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി എന്ന് കർത്താവെ ദൂതൻ വന്ന് പറഞ്ഞതുപോലെ ഈ ഒരാഴ്ചക്കകത്ത് ദൂതന്മാരുടെ എൻകൗണ്ടർ അങ്ങയുടെ മക്കളുടെ മേൽ വെളിപ്പെടാൻ പോകുന്നതിനായി അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രിയിൽ ഇങ്ങനെ ഒരു മീറ്റിങ്ങിൽ പങ്കുചേരുക, നിങ്ങളോടൊപ്പമായിരിക്കാൻ, പാടുവാനും ശുശ്രൂഷിപ്പാനൊക്കെ അവസരമൊരുക്കിയ കർത്താവിൻ്റെ അഭിഷിക്തനോടും സഭയോടും എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ഞങ്ങളെ ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ലവ് യു. ആമേൻ.